തോന്നുന്നു ഇത്തവണ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ അവിടെ നമുക്കറിയാം വടകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിനപ്പുറത്ത് ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഇന്നിപ്പോൾ കർശന റെഗുലേഷൻസ് ആണ്. അതെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിയുന്നത്ര വേഗത്തിൽ ഈ ഫലം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു ഉദ്യോഗസ്ഥരുടെയൊക്കെ നീക്കം ഇപ്പോഴത്തെ ഒരു ലക്ഷണം കണ്ടിട്ടാണ്. എക്സാക്ട്ലി. അപ്പൊ രേണു എങ്ങനെയാ, റെഡി അല്ലേ? വേറെ ഒന്നല്ല, 7:15 കഴിഞ്ഞു. ഏഴേ കാലായിട്ടേ ഉള്ളൂ. എത്ര സമയം ആരെയോട് ഇവിടെ ഹാജരാകാൻ പറയണം എത്രയും പെട്ടെന്ന്. എന്തായാലും പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഇല്ല. അവസാനം നിമിഷം വരെ ഞാൻ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. എന്തായാലും 400 കടക്കില്ല. എന്റെ പ്രഡിക്ഷൻ അല്പ നിമിഷത്തിനകം തന്നെ നമുക്ക് ഇവിടെ ഓഫീസിൽ തന്നെ ഒരു പ്രഡിക്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഓരോ ജീവനക്കാർക്കും നമുക്ക് നമ്മളുടെ പ്രഡിക്ഷൻ എന്താണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്താൻ കഴിയും. അവിടെ എന്റെ പ്രഡിക്ഷൻ ഞാൻ ഇടുന്നതായിരിക്കും. അറിയാം. അതിനു മുമ്പ് വിനോദ് നമ്മുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനൊപ്പമുണ്ട്, LDF സ്ഥാനാർത്ഥി. നമുക്ക് പന്ന്യൻ എന്താണ് വോട്ടെണ്ണൽ തൊട്ട് മുമ്പ് പറയുന്നത് നോക്കാം. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിജയത്തിലൂടെയല്ലേ മത്സരിക്കുന്നത്. അത് നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. നല്ല മത്സരമായിരുന്നു. റിസൾട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അറിയാം. നമ്മളെന്തിനാ പിന്നെ വേറെ കാത്തിരിക്കുന്നത്? ഇനി ഊഹാബോധനത്തിൻ്റെ കാര്യമില്ലല്ലോ. നമ്മളൊരു ആശയത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടമാണല്ലോ പൊതുപ്രവർത്തകർ നടത്തുന്നത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. ആ പോരാട്ടത്തിൽ ജയിക്കാം തോക്കാം എന്തും വരാം. അതെന്തോ ആവട്ടെ, എന്തായാലും സ്വീകരിക്കാനല്ലേ ഇപ്പോൾ പോകും. എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെയാണ് രവിയേട്ടനെ കാണുന്നത്. മറ്റ് ഒരു വ്യത്യാസവും ഇല്ല. എന്തിനാ വ്യത്യാസം? നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ്. അതിനൊരു വ്യത്യാസമില്ല. അദ്ദേഹത്തിന് അടുത്ത പ്രതിസന്ധി ഉണ്ടായാലും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കോ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ മുഴുവൻ എത്ര കടുത്ത ചൂടായിരുന്നു. ആ ചൂടും എല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ വന്നില്ലേ. എന്താ കാര്യം? നമ്മൾ മുമ്പിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് വന്നു. അതിന് റിസൾട്ട് ഇപ്പോൾ വരാൻ പോകും. വരട്ടെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. രണ്ട് കൂട്ടരും പ്രധാനമായും NDAയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും രണ്ട് കൂട്ടരും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. രാജ്യത്തിൽ അധികാരത്തിൽ വരാമെന്ന് എന്നാണ് രവിയേട്ടൻ കണക്ക് കൂട്ടുന്നത്. നമുക്ക് രാജ്യത്ത് BJP ഭരണം അവസാനിപ്പിക്കണമെന്നാണ്. BJP ഭരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക. അങ്ങനെ ഭിന്നിപ്പിച്ച രാജ്യത്ത് കലാപം ഉണ്ടാകും. കലാപത്തിൻ്റെ കാലമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം. ആ കലാപത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടി പാടുപെട്ട ആളാണ് മഹാത്മാഗാന്ധി. നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമല്ല. ആ രാജ്യത്ത് ഇപ്പം കൊണ്ടുപോയി മതത്തിൻ്റെ പേരിൽ ചിത്രീകരിക്കാനല്ലേ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ശ്രമിക്കുന്നത്. അത് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു പ്രധാനമന്ത്രി ഇതുപോലെ ശരി. എന്തായാലും അല്പം ആത്മവിശ്വാസക്കുറവുണ്ടെന്ന് തോന്നുന്നു പന്ന്യൻ രവീന്ദ്രന്. അവിടെ ക്രോസ് വോട്ട് ഉൾപ്പെടെ ഉണ്ട് എന്ന ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. BJP അക്കൗണ്ട് തുറക്കുന്നെങ്കിൽ അത് തിരുവനന്തപുരം ആകുമോ എന്ന തരത്തിൽ ഉറ്റുനോക്കുമ്പോഴാണ് ഒരല്പം ആത്മവിശ്വാസക്കുറവിൽ പന്ന്യൻ രവീന്ദ്രൻ. ജനാധിപത്യ പ്രക്രിയയാണ്. അതിൽ മത്സരിക്കുക, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ജയവും തോൽവിയും ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവ്. പക്ഷെ രേണുക നേരത്തെ MT രമേശിന്റെ പ്രതികരണം വായിച്ചപ്പോൾ മണ്ഡലത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ ബൈറ്റ് ഒന്ന് കേട്ട് നോക്കാം, അപ്പോൾ അറിയാം എന്താണ് പറയുന്നത് എന്ന്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് കേരളത്തിലുള്ളത്. രാജ്യം മുഴുവനും ഉണ്ടാകുന്ന മോഡി തരംഗം കേരളത്തിലും പ്രതിഫലിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ള ദേശീയ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തലും അത് തന്നെയാണ്. വലിയ തോതിലുള്ള മുന്നേറ്റം അത് സീറ്റിൻ്റെ കാര്യത്തിലും വോട്ടിൻ്റെ കാര്യത്തിലും കേരളത്തിലുണ്ടാകും. കേരളത്തിൽ നിന്ന് ഒന്നിലേറെ പാർലമെൻറ്റ് അംഗങ്ങൾ ജയിച്ചു വരും. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന, മുന്നണി സംവിധാനത്തിനകത്ത് പൊളിച്ചെഴുത്ത് മാറ്റാൻ സാധിക്കുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. സ്വന്തം മണ്ഡലത്തിലെ കാര്യമില്ല, മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല. എന്തായാലും വലിയ കൂടിയാലോചനകൾ BJP കേന്ദ്രങ്ങളിൽ നടക്കുന്നു. നദ്ദയുടെ ഹൗസിൽ 8 മണിക്ക് നിർണായക യോഗം എന്ന വിവരം ദേശീയ തലത്തിൽ നിന്ന് വരികയാണ്. ഇനി ഇന്നലെ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ JP നദ്ദയുടെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ, നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ച പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ അത്തരം എന്ന സാധ്യതകളെല്ലാം സംശയങ്ങൾ കൂടി ഉണ്ട്. അദ്ദേഹം ജനിപ്പിക്കുന്നതാണ്. കേന്ദ്രമന്ത്രിയായി മാറുമോ, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പദവി നൽകുമോ, പിന്നീട് അത്തരം സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും അതിന്റെ പ്രകാശ് മാധ്യമങ്ങളോട് അടൂർ പ്രകാശ് സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് ആറ്റിങ്ങലിൽ ഇതുപോലെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ തൊട്ടു മുമ്പ് നമ്മൾ ബിജെപിയുടെ പ്രതികരണം കേട്ടു. അത് ഇരട്ട വോട്ട് ആരോപണം ഉൾപ്പെടെ വലിയ തോതിൽ ഉന്നയിച്ചിരുന്നു അടൂർ പ്രകാശ്. ഓക്കെ, അടൂർ പ്രകാശ് എന്താണ് മറുപടി പറയാനുള്ളതെന്ന് നോക്കാം. ആറ്റിങ്ങലെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ ആറ്റിങ്ങലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ അത് സ്വീകരിച്ച് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അവരെന്നെ കൈവിടുകയില്ല. അത് ആ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും ഉണ്ടാകും. അത് ഞാൻ അവരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു, തിരിച്ച് അവരെന്നിലും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനം ഇന്ന് ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഭൂരിപക്ഷം മറികടക്കും. ഞാൻ ഭൂരിപക്ഷത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഭൂരിപക്ഷം ഞാനല്ല പറയേണ്ടത്. അത് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം എത്ര ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ആദ്യ അവസാനം അതൊക്കെ ഏതായാലും തെരഞ്ഞെടുപ്പല്ലേ. അപ്പോൾ ആദ്യ അവസാനം ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നിങ്ങളൊരു ഉച്ച അല്ലെങ്കിൽ ഒരു 3 മണി വരെ ഒന്ന് ക്ഷമിക്കുക. കൃത്യമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആറ്റിങ്ങലിൽ 2014 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അടൂർ പ്രകാശ് ചെയ്ത ഒരു സ്ക്വാഡ് വർക്ക് പോലെയായിരുന്നു. ഇരട്ട വോട്ടുകൾ കണ്ടെത്തി നിരവധി വോട്ടുകൾ റദ്ദാക്കി. 2014 ആണ് 2019 എത്തുമ്പോൾ, അതായത് അന്ന് അവിടെ ഈ വോട്ടുകൾ റദ്ദാക്കുകയും അങ്ങനെ കൃത്യമായ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് വളരെ അനുകൂലമായി എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 2019 ഈ സൂചിപ്പിച്ചതുപോലെ 2024 എത്തുമ്പോഴും ഈ ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും അങ്ങനെ ഇരട്ട വോട്ട് ആരോപണം അടക്കം ഉന്നയിക്കുകയും കോടതിയിലടക്കം പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുമ്പ് ഒരൊറ്റ കാര്യം, ബംഗാളിൽ വീണ്ടും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിൽ എല്ലാ ഘട്ടത്തിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ഇപ്പോൾ ക്രൂഡ് ബോംബ് ബ്ലാസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. 5 പേർക്ക് പരിക്കേറ്റു എന്ന വിവരം വരുന്നു. എന്തായാലും റിസൾട്ട് വരുമ്പോഴത്തേക്ക് ബംഗാളിൽ അക്രമ സംഭവങ്ങൾ കൂടുമോ, എന്താകും സാഹചര്യം എന്ന് കാത്തിരുന്ന് തന്നെ കാണും. നമുക്കിനി വിനീഷ് നമ്മോടൊപ്പം കൊല്ലത്ത് നിന്ന്, അതായത് ഞാൻ ചോദിക്കട്ടെ, മുകേഷ് അവിടെ മുകേഷിന് പ്രതീക്ഷയുണ്ടോ, അതോ NKP തന്നെ തുടരുമോ? ജി കൃഷ്ണകുമാർ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമോ? എന്താണ് തുറന്നോ എന്നറിയേണ്ടത്. എന്നാ ശരി, പറയട്ടെ. വിനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ്. വിനീഷ്, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ തങ്കശ്ശേരിയിലെ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൃത്യം 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാകും എണ്ണി തുടങ്ങുക. പിന്നെ 8:30 EVM മിഷനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. അതിശക്തമായ സുരക്ഷയിലൂടെയാണ് ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉള്ളത്. ആൾക്കാരെ ഉൾപ്പെടെ കൃത്യമായി പരിശോധിച്ചാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ് ലഭിച്ചവരാണ് ഉള്ളിലേക്ക് പ്രവേശനാനുമതി ഉള്ളത്. അതുപോലെ തന്നെ കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിനുള്ളിലും അതുപോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തും കേന്ദ്രസേനയടക്കം കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. EVM കൗണ്ടിങ്ങിനായി ഓരോ ഹാളിലും 14 ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ്ങിനായി 33 ടേബിളുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പരമാവധി 14 റൗണ്ടിൽ തന്നെ EVM കൗണ്ടിങ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. 8:30 EVM വോട്ടെണ്ണൽ ആരംഭിക്കും. ഇതിനായി 1300 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാകും എണ്ണുക. അതുപോലെ തന്നെ എല്ലാ റൗണ്ടിലേക്കും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ VVPAT സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ. തുടർന്നാകും അന്തിമ വിധി പ്രഖ്യാപനം ഉണ്ടാവുക. കൊല്ലത്ത് 68.15% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രം ഉൾപ്പെടുന്ന പ്രദേശത്ത് പകൽ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂള് അതുപോലെ തന്നെ ലക്ഷ്മി നട മുതൽ ആൽത്തറമൂട് വരെയാണ് നിരോധനാജ്ഞ ഉള്ളത്. പരിസരത്ത് പൊതുയോഗമോ 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാനോ പാടില്ല. അതുപോലെ തന്നെ മദ്യനിരോധനം ഉൾപ്പെടെ
ഉള്ള വലിയ രീതിയിലുള്ള ഒരു നിരോധനാജ്ഞയാണ് ഇപ്പോൾ കൊല്ലത്ത് ഈ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പരിസരത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ കൊല്ലത്തെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്.